ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കാം. അത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ മുഴുവനായിട്ടും കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് ഒരു 10-12 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും സ്കിന്നോട് കൂടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് എടുക്കാം. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനൊക്കെ സ്കിന്നോട് കൂടിയാണ് നമ്മൾ ആ ഒരു ബ്രോസ്റ്റഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.25 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ബട്ടർ മിൽക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറുനാരങ്ങ നീരിന് പകരം വിനാഗിരി ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം കേട്ടോ. ഇതിപ്പോൾ ഒരു നല്ല എരിവുള്ള മുളക് പൊടി ഞാനൊരു 3/4 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഒരു നുള്ളു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. ഇത് അധികം സ്പൈസി അല്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. ഇപ്പോൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് ചില്ലി സോസാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയുടെ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഗാർലിക് പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അത് ചേർക്കാൻ ആദ്യം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസും ഇതിൽ നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ നന്നായിട്ടിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 4-5 മണിക്കൂർ ഇങ്ങനെ ഈ ഒരു ഇതിൽ നന്നായിട്ട് വെക്കുക. അപ്പോൾ എന്നോട് ആദ്യം വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. അപ്പോഴേ നമ്മൾ ആ ചിക്കനിലൊക്കെ നന്നായിട്ട് ആ ഒരു ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് അത് മുങ്ങിയെടുക്കണം. ഇനി നമുക്കതൊരു 4-5 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കോഴിമുട്ടയാണ്. പിന്നെ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളം, ഞാനിപ്പം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ, ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും നല്ല തണുത്ത വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു ദോശമാവൊക്കെ കലക്കിയെടുക്കുന്ന പോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്റർ, അധികം കട്ടിയില്ല എന്നാൽ അധികം ലൂസല്ലാത്ത രീതിയിൽ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ഈ ഒരു കട്ടിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1-2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അളവ് കൂട്ടി കൊടുത്താൽ മതി. അതുപോലെ അതിലേക്കൊരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നല്ലപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചിക്കന് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 5 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടി. എന്നിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ ഈ കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിലേക്ക് ആദ്യം നമ്മൾ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണ് ഫ്രൈ ചെയ്യുന്നത് അത്ര മാത്രം ആദ്യം ഇങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കരുത്. കോട്ട് ചെയ്ത പിന്നെ ഉടനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ആ ഒരു ബാറ്ററിൽ
നല്ലപോലെ ഇങ്ങനെ മുക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളതിൽ കോട്ട് ചെയ്തെടുക്കാൻ. ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് മുഴുവൻ കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ എത്രണ്ണാണോ ആദ്യം ഫ്രൈ ചെയ്യുന്നത് അതിങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുന്തോറും അതിങ്ങനെ തണുത്ത് നനഞ്ഞ് പോകും. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ആദ്യം ഫ്രൈ ചെയ്യുന്ന എത്രയും അതിങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നേരെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഞാനിപ്പോൾ 3 എണ്ണമാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും അങ്ങനെ 3 എണ്ണം കൂടി ഇങ്ങനെ മുക്കിയെടുക്കുക. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 3 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ അതുപോലെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ചിക്കൻ്റെ എല്ലാ വശം ഒരുപോലെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ബാക്കിയുള്ളത് നമ്മൾ അടുത്തത് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മയോണീസിൻ്റെ കൂടെയും കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രോസ്റ്റഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.